പ്രമോദ് കൊട്ടിലിയെ പാർട്ടി പുറത്താക്കി. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ നിന്നും സംഭവം ഓർഡറായിട്ട് പുറത്തു വന്നു. ഒരു ചെറിയ മീനെ കൂടി കൊരുത്തി ഒരു വലിയ വമ്പൻ സഭകൾ വീണ്ടും രക്ഷപ്പെട്ടിരിക്കുന്നു എന്നല്ലാതെ ഇതിൽ കൂടുതൽ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അതെ, ഇത് എന്ന് പറയുമ്പോൾ പ്രമോദ് കൊട്ടുള്ളി എന്ന് പറയുന്ന ആൾക്കാരെ എന്ന ഒരാൾ, അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ആരോപണം വന്നത്. നമ്മുടെ PSC അംഗത്വത്തിന് വേണ്ടിയിട്ടുള്ള കോഴ വിവാദത്തിൽ 60 ലക്ഷം രൂപ കോഴ നൽകിയാൽ PSC അംഗത്വം നൽകാമെന്ന് മുഹമ്മദ് റിയാസ് വഴി ഇത് നടപ്പിലാക്കി തരാമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. എന്നിട്ട് 22 ലക്ഷം ഇദ്ദേഹം കൈപ്പറ്റി എന്നാണ് പരാതിക്കാരനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഹോമിയോ ഡോക്ടറും ആയിട്ടുള്ള ഒരാളാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് 22 ലക്ഷം ഇദ്ദേഹം കൈപ്പറ്റിയെന്നും ഇത് പണം നൽകിയെന്നും അദ്ദേഹം പറയുമ്പോൾ ഇന്ന് പരാതിക്കാരൻ്റെ വീടിന് മുന്നിൽ ചെന്നിരുന്നുകൊണ്ട് അദ്ദേഹം സമരം ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രമോദ് കൊട്ടിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്ക് ആരെയും വെല്ലുവിളിക്കേണ്ട, കാരണം വെല്ലുവിളിച്ചാൽ കഴുത്തിന് മേലെ തല ഉണ്ടാവുമെന്നും ബോധ്യമില്ല. ഇന്നോവ വന്ന് വീണ്ടും മുന്നിൽ തിരിയും, ചിലപ്പോൾ 51 വെട്ടും കിട്ടും. അതുകൊണ്ടാണ് വെല്ലുവിളിക്കേണ്ടതെന്ന് പറഞ്ഞത്. അത് ഉറപ്പാണല്ലോ, കാരണം പാർട്ടിയിൽ നിന്നും പുറത്തു പോയതൊക്കെ ഇത് അദ്ദേഹത്തിന് അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് എൻ്റെ അമ്മയെയും മകനെയും വിശ്വാസമെടുത്താൽ മതി എന്ന് പാർട്ടിയെ പോലും എനിക്ക് ഇതാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കും കൂടി ഇതിനോട് കൂട്ടി വായിക്കണം, രക്തസാക്ഷിയാവും. അത് പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാവാനും എനിക്ക് മടിയില്ല. അതായത് പാർട്ടി എന്നെ രക്തസാക്ഷിയാക്കും, രക്തസാക്ഷികളെ സൃഷ്ടിക്കുകയാണല്ലോ പാർട്ടി. അത് നമുക്കറിയാവുന്ന കേസാണല്ലോ. പണ്ട് സന്ദേശം സിനിമ തൊട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പാർട്ടിക്ക് രക്തസാക്ഷികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഏതെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിൽ കൊണ്ട് ചുവന്ന പട്ടും വിരിച്ച് ഒരു രക്തസാക്ഷികൾ ചിന്താവാന്നും പറഞ്ഞുകൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട് അല്ലെങ്കിൽ സ്വന്തം നേതാക്കൾ തന്നെ അല്ലെങ്കിൽ സ്വന്തം അണികൾ തന്നെ കൊന്ന നമ്മളുടെ സഖാവ് അഭിമന്യുവിനെ പോലെയുള്ള ആളുകളെ ഞങ്ങളുടെ രക്തസാക്ഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് വില പേശുന്നു. അതെ, അതാണല്ലോ, അത് ആരാ കൂടെ നിൽക്കാൻ ഞങ്ങൾ തന്നെയാണല്ലോ. എന്നിട്ട് അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ടും ഇനിയിപ്പോൾ അത് നോക്കിക്കോളൂ, അടുത്ത വർഷം ചിലപ്പോൾ നമ്മുടെ ഇവിടെ ഒരു തുള്ളി വെള്ളം കൊടുക്കാതെ കൊന്ന ആ പയ്യനില്ലല്ലോ, അവൻ്റെ പേരിൽ രക്തസാക്ഷിത്വം അടുത്ത വർഷം പറയും. അതിനുവേണ്ടി കുറേ ഡാൻസും ക്യാബറയും നടത്തും ചിലപ്പോൾ. ഇപ്പോൾ പ്രാവശ്യം സഖാവ് അഭിമന്യുവിൻ്റെ പേരിൽ നടത്തിയത് ക്യാബറ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വൃത്തിയായിട്ട കുറേ ഡാൻസ് കലാരൂപങ്ങളാണ് നടത്തിയത്. SFI നടത്തിയത്, പ്രാവശ്യം മഹാരാജാസ് നടത്തിയത്. അപ്പോൾ അതൊക്കെ വിഷയങ്ങളിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ അവസ്ഥകളിലേക്ക് ഈ പാർട്ടി എന്നെ വലിച്ചഴച്ച് എന്നെ രക്തസാക്ഷിയാക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ മുന്നേ എനിക്ക് രക്തസാക്ഷിയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞത് എങ്ങാനും രക്തസാക്ഷിയാണെങ്കിൽ ആ ചുളിവിൽ പാർട്ടിയുടെ പേരിൽ തന്നെ ഇരിക്കട്ടെ എന്ന രീതിയിലായിരിക്കാം. എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അത് അദ്ദേഹത്തിൻ്റെ രീതിയിലുള്ള ഭയപ്പാട് കൊണ്ട് പറഞ്ഞതായിരിക്കും. ഇങ്ങനെ ഒരു പാർട്ടിയിൽ ഇപ്പോൾ വരുന്ന ഒരു പ്രവണതയാണിത്. ആളുകൾ ഇത്തരത്തിലുള്ള വിവാദങ്ങളല്ല, അല്ലെങ്കിൽ പോലും മനു തോമസ് അദ്ദേഹം ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്ന ഉണ്ട്. കാരണം ഈ പറയുന്ന പോലെ സ്വർണ്ണക്കടത്തുകാര്, കൊട്ടേഷൻകാര് ഇവർക്കെതിരെ പറഞ്ഞുകൊണ്ടാണ് മനു തോമസ് കണ്ണൂർ പാർട്ടി വിട്ടുപോകുന്നത്. ഒരാഴ്ച കഴിഞ്ഞില്ല, 1.5 ആഴ്ച കഴിഞ്ഞില്ല, അതാ പ്രമോദ് കൊട്ടുള്ളിയെ പുറത്താക്കുന്നു. പാർട്ടി വിട്ടുപോകുന്നതല്ല, പ്രമോദ് കൊട്ടുള്ളി എന്ന സഖാവ് ഇനി മുതൽ സഖാവ് അല്ലാത്ത രീതിയിൽ. അതിന്റെ കൂടെ വേറെ കാര്യമുണ്ട്, ഇദ്ദേഹത്തിന് BJP ആയിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്, BJP നേതാവായിട്ട് ബന്ധമുണ്ട്, ഒരു ആരോപണം കൂടി. ഇതിന്റെ കൂടെ ഒരു പൂള് ഇത് കൂടി വെച്ചിട്ടാണ് ഇദ്ദേഹത്തെ പുറത്താക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ അകത്ത് കാണേണ്ട ഒരു കാര്യം, മനു തോമസ്, പ്രമോദ് ഇവരൊക്കെ പുറത്തേക്ക് പോവാണ്. ഈ സമയത്ത് കുറെ ആൾക്കാർ അകത്തേക്ക് വരുന്നുണ്ട്. അതാരൊക്കെയാ? വലിയ കാപ്പ കേസിലെ പ്രതികളാ. ആരാ സ്വീകരിക്കുന്നത്? നമ്മുടെ വലിയ നേതാക്കന്മാര്. അത് ഞാൻ പേര് വെളിപ്പെടുത്താത്തെന്നാണ് അറിയാം. നമ്മളെല്ലാവരും മാധ്യമങ്ങള് പേപ്പറൊക്കെ വായിക്കുന്ന ആൾക്കാരാണല്ലോ, കാണുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അപ്പൊ പിന്നെ അതും വലിയൊരു മന്ത്രി, അടുത്ത ഭാവിയിലെ മുഖ്യമന്ത്രി എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും അതൊക്കെ ഇട്ടിരിക്കട്ടെ, ഭാവിയിലെ മുഖ്യമന്ത്രിനി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും ആരാണെന്നുള്ളത് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ എന്തായാലും ഒരു കാര്യം ഇരിക്കട്ടെ, അങ്ങനെയുള്ള കാപ്പ കേസിലെ പ്രതികളായിട്ടുള്ള ആളുകളെ പാർട്ടിയിലേക്ക് കയറ്റി കൊണ്ടുവരികയും പാർട്ടിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ പാർട്ടി നല്ല രീതിയിൽ നിന്ന യുവ നേതാവായി കൊണ്ടുവന്ന ആളാണ് പ്രമോദ് കൊട്ടിലെ ആളുകൾ. അങ്ങനെയുള്ള ആളുകൾ ഇത്രയും കാലത്തെ പ്രവർത്തിപ്പിച്ചിട്ടുള്ള ആളുകളെ പുറത്താക്കുവാൻ, അതും ഒരു കാര്യം എടുത്തു പറയണം. ഇന്ന് കോഴിക്കോട് നടന്ന ആ സമ്മേളനത്തിൽ പ്രമോദ് കൊട്ടിലെ പുറത്താക്കണമെന്ന് അവകാശപ്പെട്ടത് ഒരു വിഭാഗം ആളുകളാണ്. അതാരാന്നറിയോ? മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്ത് ന്യായീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെതായി നിൽക്കുന്ന ആളുകൾ മാത്രമാണ് പ്രമോദ് കൊട്ടിലെ പുറത്ത്. പക്ഷേ പ്രമോദ് കൊട്ടിലി പറഞ്ഞിട്ടുണ്ട്, അതിനെ ഞാൻ എഗൻസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രമോദ് കൊട്ടിലി പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന പോലെ മുഹമ്മദ് റിയാസ് സംസ്ഥാന കമ്മിറ്റിയിൽ പരാതി കൊടുത്തിരുന്നു. അതിനെ ഈ പറയുന്ന പ്രമോദ് നിഷേധിച്ചിട്ടുണ്ട്. അത് റിയാസ് വഴിക്കാണ് എന്ന് പ്രമോദ് ഉറക്കെ പറയുന്നില്ല. ഈ പറയുന്ന എതിർ ടീമുകളുണ്ട് എന്ന് മാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതെ, അദ്ദേഹം ഇതിലൂടെ കൊടുക്കാവുന്നതാണ് അവകാശം. ഇപ്പൊ മുഹമ്മദ് റിയാസിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിന്റെ കൂടെ തന്നെ പറയാനുള്ള വേറൊരു കാര്യം, നമ്മുടെ സുധാകരൻ ഉണ്ട്, കവി സുധാകരൻ, പഴയ മന്ത്രി. അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന 3 ഡിപ്പാർട്ട്മെന്റുകൾ, ഒന്ന് എക്സൈസ് ആണ്, ഒന്ന് PWD ആണ്,
ഈ ഇത്തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റാണ് അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിനു മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന PWD മന്ത്രിയാണ് പറയുന്നത് PWDയിൽ വൻതോതിൽ അഴിമതി നടക്കുന്നുണ്ടെന്ന്. ഇത്തരത്തിലുള്ള വൻ വിവാദങ്ങളാണ് പാർട്ടിയുടെ മുമ്പിലേക്ക് എത്തുന്നത്. പുതിയതായിട്ടൊരു വാർത്തയെടുത്ത് താങ്കൾക്ക് തോന്നിയോ? കാരണം കേരളത്തിൽ അഴിമതി ഇല്ലാതെ പല കാര്യം നടക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ എവിടെ ചെന്നാലും അഴിമതിയാണ്. നമ്മൾ അതിനെതിരെ പ്രതികരിച്ചാൽ നിങ്ങളെ നാളെ ചിലപ്പോൾ പോയിന്റ് ഔട്ട് ചെയ്യും. ഇതിനെതിരെ പ്രതികരിച്ച് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കെതിരെ ചിലപ്പോൾ പ്രശ്നങ്ങളുണ്ടാവും. പാർട്ടി ആയാലും ശരി, ലോക്കൽ കമ്മിറ്റിയിൽ നിന്നായാലും ശരി, അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളും നിങ്ങളുടെ വീട്ടിലൊന്നും ചിലപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്ന് വരാം. അല്ലെങ്കിൽ പറഞ്ഞ നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ഒരു ഓഫീസിൽ ചെന്നാൽ ആ കാര്യം നടന്നു കിട്ടില്ല എന്ന് വരാം. കാരണം നിങ്ങൾ അവിടെ നിർബന്ധിതരാവുകയാണ്. കൈക്കൂലിക്കെതിരെ നിങ്ങൾ പരാതി കൊടുത്താൽ ഈ പറഞ്ഞ വിജിലൻസ് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഇത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നാട്ടിൽ ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ ഭീഷണി പേടിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഈ പറഞ്ഞ പ്രമോദ് കുട്ടിലിൽ നിന്ന് പുറത്താക്കണമെന്ന് കോഴിക്കോട് പറഞ്ഞപ്പോൾ രണ്ട് വിഭാഗമായിക്കൊണ്ട് അവിടെ നിന്ന് കോഴിക്കോട് കമ്മിറ്റി അല്ലെങ്കിൽ പാർട്ടിയുടെ കമ്മിറ്റിയിൽ തന്നെ രണ്ട് വിഭാഗമായി മാറി. ആ ഒരു വിഭാഗം, അതായത് ഈ പറഞ്ഞ മന്ത്രി റിയാസിനോടൊപ്പം നിൽക്കുന്ന മുഹമ്മദ് റിയാസിൻ്റെ ഭാഗം ചേർന്ന് നിൽക്കുന്ന ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെടുകയും പുറത്താക്കണമെന്ന് പറഞ്ഞതും. മറ്റു ഭാഗം അദ്ദേഹത്തിൻ്റെ ഭാഗത്തല്ല തെറ്റെങ്കിൽ എന്തിനാണ് അദ്ദേഹത്തെ പുറത്താക്കുന്നത്, അതിൻ്റെ ശരി തെറ്റുകൾ അറിഞ്ഞുകൊണ്ട് മാത്രം പോരെ എന്ന് പറഞ്ഞു. പാർട്ടിക്ക് എപ്പോഴും ഒരു തെറ്റ് കാണുന്നേക്കാൻ മുന്നേ അയാൾ പുറത്താക്കിയെന്ന് 10 ദിവസം മുന്നേ പാർട്ടി പുറത്താക്കിയെന്ന് പറയുന്നൊരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട് നമുക്കത് വലിയ പുതുമയും തോന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതറിഞ്ഞ വഴി അദ്ദേഹത്തിൻ്റെ അമ്മയെയും മകനെയും കൂട്ടിക്കൊണ്ട് പരാതിക്കാരൻ്റെ വീടിന് മുന്നിൽ ചെന്നുകൊണ്ട് ആരൊക്കെയാണ് ഇദ്ദേഹം പൈസ കൊടുത്തതെന്നും പൈസ നൽകിയിട്ടുണ്ടെങ്കിൽ അത് വിശദീകരിക്കണമെന്നും അത് കൊടുത്തതിൻ്റെ തെളിവുകൾ ഹാജരാക്കണമെന്നും പറഞ്ഞുകൊണ്ട് പരാതിക്കാരൻ്റെ വീടിന് മുന്നിലാണ് ഇദ്ദേഹം സമരം ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതിനകത്ത് എടുക്കുന്ന സ്റ്റാൻഡിൽ ഈ പരാതിക്കാരന് ഇത് കൊടുത്ത് ഇപ്പോൾ ഇതിന് തെളിവ് കൊടുത്തേ പറ്റൂ, ആരൊക്കെയാണ് പൈസ കൊടുത്തതെന്ന്. ആ പൈസ ആരിലേക്ക് പോയി എന്നുള്ളതും പറയാൻ നിർബന്ധനാവും. ഇനി കേസ് കഴിഞ്ഞ ദിവസം തന്നെ പാർട്ടി തന്നെ കോംപ്രമൈസ് ആക്കിയിട്ടുണ്ട്. അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോഴും ഈ പ്രമോദ് കൊട്ടിലിക്കെതിരെ കേസെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കുമ്പോൾ, അല്ലെങ്കിൽ കേസെടുക്കാന്ന് പറഞ്ഞാൽ പാർട്ടി കേസെട്ടോ, പാർട്ടി കേസെടുത്തുകൊണ്ട് പാർട്ടി നടപടി അദ്ദേഹത്തെ പുറത്താക്കിയാൽ അദ്ദേഹം പൈസ വാങ്ങിച്ചു എന്നുള്ളതാണല്ലോ തെളിവ്. 22 ലക്ഷത്തോളം രൂപ വാങ്ങിച്ചു എന്നാണല്ലോ ഇപ്പോൾ പാർട്ടി സമ്മതിച്ചായിട്ടാണല്ലോ കണക്ക്. അത് സമ്മതിക്കണമെങ്കിൽ അദ്ദേഹം ഈ പ്രമോദ് കൊട്ടിൽ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പോൾ അവിടെ സമരം ചെയ്യുന്നത് ഞാനത് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് പരാതിക്കാരൻ തെളിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. പരാതിക്കാരനെ തെളിയിച്ചില്ലെങ്കിൽ ഇത് ആരാണ് വാങ്ങിച്ചതെന്ന് പറയാൻ പരാതിക്കാരൻ നിർബന്ധനാവും. അദ്ദേഹം കേസില്ലെന്ന് പറഞ്ഞാലും ഇത് പാർട്ടിയിലെ വേറൊരു ഉന്നത ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഉന്നത നേതാവോ അല്ലെങ്കിൽ ഉന്നതനായിട്ടുള്ള വ്യക്തിയോ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണം എവിടെ പോയെന്ന് പറയാൻ പരാതിക്കാരൻ ബാധ്യസ്ഥനാവും. അല്ലെങ്കിൽ പാർട്ടി പയ്യറിൻ്റെ പൈസ തിരിച്ചു കൊടുത്ത് സെറ്റിൽ ചെയ്യേണ്ടി വരും. എന്തായാലും പുതിയ അപ്ഡേറ്റ്സുകൾ ഇതുമായി ബന്ധപ്പെട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാല്ലേ ഹരിത? ഇല്ല, ഇന്നിപ്പോൾ ഉച്ചയ്ക്കാണല്ലോ കോഴിക്കോട് സംഭവം ഇപ്പോൾ ഇതായിട്ടുള്ളൂ, അദ്ദേഹത്തെ പുറത്താക്കിയിട്ടുള്ളൂ. ഇന്ന് വൈകുന്നേരം ഇപ്പോൾ അദ്ദേഹം വീടിന് മുന്നിൽ സമരം ചെയ്ത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നാളെ രാവിലെ ആവട്ടെ. എല്ലാം ഒന്ന് ഇരുട്ടി വെളുക്കും മുന്നേ ഇവിടുത്തെ കോഴ വിവാദങ്ങൾ താണു പോവുകയും പുതിയ വിഷയങ്ങൾ പൊന്തി വരികയും അതിൻ്റെ പിന്നാലെ ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ പുതിയ വിഷയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ പിന്നാലെ മാധ്യമങ്ങളെ ഓടിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കേരളത്തിലുള്ളിടത്തോളം കാലം ഇവിടെ ഒരു ശ്രീജിത്ത് പറഞ്ഞതിൻ്റെ പോലെ ഒരു പ്രമോദ് കൊട്ടിലിക്കൊന്നും സംഭവിക്കാൻ പോകില്ല, ഇവിടുത്തെ രാഷ്ട്രീയത്തിനൊന്നും സംഭവിക്കാൻ പോകില്ല. ഇവിടെ PSC നിയമനങ്ങൾ പിൻവാതിലൂടെ നടന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യും. പ്രമോദ് കോട്ടുള്ളിയിലൂടെ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് ഈ ഒരു വിവാദം അവസാനിപ്പിക്കുമോ അതോ വീണ്ടും ഈ വിവാദം കൂടുതൽ സങ്കീർണമാവുമോ എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.